ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മൗനരാഗം സീരിയലിന്റെ അടുത്ത ദിവസത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് പ്രമോയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ കല്യാണി ആണെങ്കിൽ പിടിച്ചു നിൽക്കാവുന്നതിന്റെ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കല്യാണിയുടെ ആ ഒരു മനസ്സല്ലേ, അതുകൊണ്ട് തന്നെ കല്യാണിയുടെ മുഖത്തെ വിഷമമൊക്കെ കാണുമ്പോൾ നമ്മുടെ ദീപ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് പറ്റിയത്, എന്താ നിന്റെ വിഷമം എന്ന് വെച്ചാൽ അമ്മയോട് പറയാ. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, അമ്മേ പ്രശ്നമൊന്നുമില്ല, ദേ കിരണേട്ടൻ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ, അതായത് മുഹൂർത്തം കടക്കുന്നതിന് മുന്നേ തന്നെ ആൽബിയുടെയും സോണിയുടെയും വിവാഹം നടത്തണമെന്ന് തന്നെയാണ്. അപ്പം സോണിയാണെങ്കിലോ തന്റെ കുഞ്ഞിന് എന്ത് പറ്റി, അതുപോലെ തന്നെ തന്റെ ഏട്ടൻ തന്റെ കിരണേട്ടൻ എവിടെ പോയി എന്നൊക്കെ അറിയാതെ വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ കിരണ ആണെങ്കിൽ കുഞ്ഞിന് ചെറിയൊരു ഛർദിലും അതുപോലെ തന്നെ തലകറക്കമൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ കുഞ്ഞിനെയുമായിട്ട് ആശുപത്രി പോയിരിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ സേനും ചോദിക്കുന്നുണ്ട്, മോളെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിലേക്കാണ്? അച്ഛാ അതൊന്നും എനിക്ക് അറിയത്തില്ല, ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ ധൃതിയിട്ട് കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോയതാണ്. എന്തായാലും കിരണേട്ടൻ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറയാ. മുഹൂർത്തം എന്തായാലും വൈകിക്കേണ്ട, കുഞ്ഞിന്റെ കാര്യങ്ങള് എന്തായാലും കിരണേട്ടൻ നോയിക്കോളും, ഇപ്പൊ ഇവിടെ വെച്ച് കല്യാണം നടത്താന്ന് പറയാ കേട്ടോ. പക്ഷേ കല്യാണത്തിന് നമ്മുടെ സോണിയാണെങ്കിലോ എന്റെ കുഞ്ഞില്ലാതെ സോണിക്ക് ഒരിക്കലും കല്യാണം നടത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവള് നമ്മുടെ കല്യാണിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കല്ലുമോൻ എന്തെങ്കിലും പറ്റിയാൽ നിനക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ കല്യാണി? അതുപോലെ തന്നെ ഞാനും ഒരു അമ്മയല്ലേ, എനിക്ക് എന്റെ കുഞ്ഞില്ലാണ്ട് പറ്റുമോ? എന്റെയും എന്റെ ആൽബിയുടെയും കല്യാണത്തിന് ഞങ്ങളുടെ കുഞ്ഞ് ഉറപ്പായിട്ടും കൂടെ വേണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെ വിഷമിച്ച് നിന്ന് കരയാണ്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾക്ക് പിന്നാലെ തന്നെയാണ് കിരൺ പായുന്നത്. കിരൺ എന്തായാലും മനസ്സിലായി ഇത് ബഗാസുരൻ വെച്ച് തന്ന ആ ഒരു പണി തന്നെയാണെന്ന്. അതിനു വേണ്ടിയിട്ട് ബഗാസുരന്റെ ഗുണ്ടകളെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്താണെങ്കിലോ അവന്മാര് കുഞ്ഞിനെ സേഫ് ആയിട്ട് ഒരു ടെന്റിൽ കൊണ്ടുവന്ന് ഒളിപ്പിക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ കുഞ്ഞു നിർത്താണ്ട് കരയുന്നുണ്ട്. ചെറിയ കുഞ്ഞായതുകൊണ്ട് തന്നെ പാവം നമ്മുടെ ചാരുമോള് ഒരുപാട് വിഷമിച്ചിരിക്കുക കേട്ടോ. അച്ഛമ്മയും അമ്മയും ഒക്കെ കാണാത്തതിന്റെ നല്ല സങ്കടമുണ്ട് കൊച്ചിന്. അങ്ങനെ കുഞ്ഞിരുന്ന് കരയുമ്പോഴത്തേക്കിനും ആ ഗുണ്ടയാണെങ്കിലോ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തുകയാണ്. പക്ഷെ കൊച്ചല്ലേ, അതിന് വല്ലതും മനസ്സിലാവുമോ? അങ്ങനെ കുഞ്ഞ് നിർത്താണ്ട് കരയുമ്പോഴത്തേക്കിനും കുഞ്ഞിനെ വെച്ചിട്ട് ഒരു വീഡിയോ ഇറക്കണം. ആ വീഡിയോ ഉറപ്പായിട്ടും സോണിയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് സോണി കല്യാണത്തിൽ നിന്നും പിന്മാറും. ഇതാണ് ഇവന്മാരെ സ്വന്തമായിട്ട് ഈ ബുദ്ധിയൊക്കെ അങ്ങ് പ്രയോഗിക്കുക. പക്ഷെ രാഹുലിനോട് പറഞ്ഞേക്കുന്നത് എന്നാന്ന് വെച്ചാല് കല്യാണം മുടക്കി തരാൻ സാറേ, അതുപോലെ തന്നെ അവരെ ആരെങ്കിലും ഒരാളെ തീർത്തും തരാം. ഇതാണ് ഗുണ്ട നമ്മുടെ രാഹുലിന് കൊടുത്തിട്ടുള്ള വാക്ക്. അതുകൊണ്ട് രാഹുലാണെങ്കിലോ മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഇവന്മാരുടെ അതിബുദ്ധി അത് ഇവന്മാർക്ക് തന്നെ വിനയാകുകയാണ്. ഇവന്മാര് കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടുള്ളൊരു വീഡിയോ അങ്ങോട്ട് എടുക്കുകയാണ്. ആ വീഡിയോ എടുത്തിട്ട് നമ്മുടെ സോണിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുമ്പം സോണിയാണെങ്കിലോ കല്യാണി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചിരിക്കുവാണല്ലോ. കിരണേട്ടൻ തന്റെ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമ്മുടെ കല്യാണി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ വീഡിയോ കണ്ട കല്യാണി നടുങ്ങി പോവാണ്. തന്റെ കുഞ്ഞിന്റെ മേലെ കത്തി വെച്ചിട്ട് ഒരുത്തൻ നിന്ന് ഭീഷണി മുഴക്കുന്ന കാര്യമാണ്. അങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ സോണിയെ കാണിക്കുകയാണ്. അപ്പൊ സോണിയുടെ ഫോണിലേക്ക് ഈ ഗുണ്ടയിൽ ഒരുത്തൻ നമ്മുടെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തല്ലോ, ആ വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. വീഡിയോ കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് നമ്മുടെ സോണി. അപ്പൊ സോണിക്ക് വലിയ വിഷമമൊക്കെ ആയി. തന്റെ പിഞ്ചു കുഞ്ഞിന്റെ കഴുത്തില് കത്തി വെച്ച് ഒരുത്തൻ നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കിനും അവളുടെ ചങ്ക് ശരിക്ക് തകർന്നു പോവാട്ടോ. അങ്ങനെ വിഷമിച്ച് അലമുറയിട്ട് കരയുന്ന സോണിയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപയും അതുപോലെ തന്നെ നമ്മുടെ ആൽബിയും സേനനും ഒക്കെ എത്തുകയാണ്. അപ്പൊ കല്യാണിയാണെങ്കിലോ, മോളെ ഞാൻ എന്ത് ചെയ്യാനാണ്, കിരണേട്ടൻ അവരുടെ പിന്നാലെ തന്നെയാണ് പോയിരിക്കുന്നത്, നീ ഒന്ന് സമാധാനപ്പെട്, കിരണേട്ടൻ എന്തായാലും കുഞ്ഞിനെയും കൊണ്ടേ വരുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുക. പക്ഷേ ഇതൊന്നും ഒരു അമ്മയ്ക്ക് ഒരു ആശ്വാസവാക്കല്ലല്ലോ. അങ്ങനെ നമ്മുടെ സോണി നിർത്താണ്ട് കരയുമ്പോഴത്തേക്കിനും ആൽബി ആണെങ്കിലോ ആൽബി വന്ന് നമ്മുടെ സോണിയെ ആശ്വസിപ്പിക്കുകയാണ്. എന്തായാലും നമ്മുടെ സോണിക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ല ഒന്നാം തരം ഒരു ചെറുക്കൻ തന്നെയാണ് കേട്ടോ ആൽബി. അവൻ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ സോണിയെ നോക്കുന്നത്. അങ്ങനെ അവൻ ആശ്വസിപ്പിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ഇവന്മാർ അയച്ചു കൊടുത്ത വീഡിയോ നമ്മുടെ സേനനും കണ്ടല്ലോ. അപ്പൊ സേനനാണെങ്കിൽ അത് സൈബർ സെല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ പോലീസുകാരെയൊക്കെ വിവരം അറിയിക്കുക. അപ്പൊ കിരണാണെങ്കിലോ കിരണും പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അവര് പോയ റൂട്ടിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്, എന്തായാലും കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഞാൻ മടങ്ങി വരുള്ളൂ, നിശ്ചയിച്ച മുഹൂർത്തത്തിന് ഉള്ളില് ഞാൻ കുഞ്ഞുമായിട്ട് വരും എന്നുള്ള വാക്കാണ് സേനന് നമ്മുടെ കിരൺ നൽകുന്നത്. അപ്പൊ കിരൺ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കിരണിന്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇനി ഇവന്മാര് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെ
കൊന്നു കളയോ എന്നുള്ളൊരു പേടിയുണ്ട് ഇവന്. അങ്ങനെ വളരെ വിഷമിച്ച് നമ്മുടെ കിരൺ ഡ്രൈവ് ചെയ്യാണ്. അപ്പൊ ഈ സമയത്ത് സേനനാണെങ്കിലോ വന്ന ആ ഒരു വീഡിയോ മെസ്സേജ് അത് ഫോർവേഡ് ചെയ്യാണ് സൈബർ സെല്ലില്. അപ്പം അവരവരുടെ രീതിയിലെല്ലാം അന്വേഷിക്കുകയാണ്. എന്തായാലും ഈ മണ്ടന്മാരെ പോലീസുകാർ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. പക്ഷേ ഭാവിയിലേക്ക് നമ്മുടെ രൂപ സ്വന്തം സഹോദരനെ കൊല്ലാനായിട്ടുള്ള ഒരു വഴി തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥ തന്നെയാണ്. എന്തായാലും കുഞ്ഞിന്റെ അമ്മ അവൻ കുഞ്ഞിനെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. നമ്മുടെ കിരൺ ഉറപ്പായിട്ടും കുഞ്ഞിനെ തിരക്കി കണ്ടെത്തി തന്നെ കൊണ്ടുവരും. അങ്ങനെ നിശ്ചയിച്ച സമയത്ത് തന്നെ നമ്മുടെ ആൽബിയുടെയും സോണിയുടെയും വിവാഹമൊക്കെ നടക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും നന്മ തന്നെ വിജയിക്കും എന്നുള്ളതാണല്ലോ പ്രൊമോയിൽ കാണിച്ചത്. അപ്പം അത്തരത്തിൽ നമുക്കും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കാം. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്